ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. അതിപ്രകാരമാണ്: വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയതായ ഒരു സന്ദർഭമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇതുപോലെ ജീവിതത്തിൽ നിരാശയോടെ കഴിയുന്ന അനേകം ആളുകളുണ്ട്. പ്രതീക്ഷ നശിച്ചവർ, ഭാവി തീർന്നുവെന്ന് വിചാരിക്കുന്നവർ, എനിക്കിനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നവർ. അതൊരു പക്ഷേ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതുമല്ല. ഇവിടെ നാം വായിച്ചത് വളരെ നാളായിട്ട് സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാത്തതായ ഒരു അനുഭവം. വളരെ നാളുകളായിട്ട് ഒരു വെളിച്ചം കിട്ടുന്നില്ല, ഒരു പ്രത്യാശ ലഭിക്കുന്നില്ല, ഒരു സന്തോഷം ലഭിക്കുന്നില്ല, ഒരു സമാധാനം ലഭിക്കുന്നില്ല. കാരണം വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണുന്നില്ല, പ്രകാശം ലഭിക്കുന്നില്ല. ഇരുട്ടിൻ്റെ അനുഭവത്തിലാണ് ഇന്ന് അനേകർ ജീവിക്കുന്നത്. അനേക നാളുകളായിട്ട്, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്നാണ് നാം വായിക്കുന്നത്. ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ചില കൊടുങ്കാറ്റുകൾ, ചില ചുഴലിക്കാറ്റുകൾ, അതൊരു പക്ഷേ രോഗത്തിൻ്റെ രീതിയിലായിരിക്കാം, കടബാധ്യതയുടെ രീതിയിലായിരിക്കാം, പ്രശ്നങ്ങളായിട്ടോ കുടുംബ പ്രശ്നങ്ങളായിട്ടോ, ചില പ്രതിസന്ധികളായിട്ടോ, ആപത്തുകളായിട്ടോ, അനർത്ഥങ്ങളായിട്ടോ, അപകടങ്ങളായിട്ടോ, വേർപാടിൻ്റെ അനുഭവത്തിലോ, ഇങ്ങനെ അനേക അനുഭവങ്ങൾ കൂടി അനേക കൊടുങ്കാറ്റുകൾ ജീവിതത്തിലേക്ക് അടിക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന വേർപാടുകൾ, പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്നതായ കഷ്ടനഷ്ടങ്ങൾ, ഒട്ടും നനച്ചിരിയാത്ത സമയത്ത് വരുന്നതായ ചില ആപത്തുകൾ, ചില അനർത്ഥങ്ങൾ, ചില മാരകമായ രോഗങ്ങൾ, ചില കടബാധ്യതകൾ, ചില കുടുംബ പ്രശ്നങ്ങൾ, ഇതെല്ലാം വല്ലാത്ത കൊടുങ്കാറ്റ് അടിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോകുന്നതായ ചില സാഹചര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരുപക്ഷെ ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരാണോ? പ്രതീക്ഷ നശിച്ചവർ, പ്രത്യാശയില്ലാത്തവർ, ഇനി ആശയ്ക്ക് വകയില്ലാത്തവർ, ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവർ. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്, അതൊരു അടഞ്ഞ അധ്യായമാണ്. ഇനി എനിക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, പ്രത്യാശിക്കാൻ ഒന്നുമില്ല, സമാധാനത്തിന് വകയില്ല, ഞാനിനി എന്തിനു ജീവിക്കണം? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നവരുണ്ടോ? പ്രതീക്ഷ നശിച്ചവർ. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ നശിച്ചവർക്ക് പ്രതീക്ഷ തരുന്നവനായ ഒരു കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷമാണ് നിങ്ങളുടെ കാതുകളിൽ ഇപ്പോൾ എത്തുന്നത്. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണോ? നിങ്ങൾ തളർന്നിരിക്കുന്നൊരു വ്യക്തിയാണോ? എല്ലാം തീർന്നു എന്ന് വിചാരിച്ച്, എല്ലാം നശിച്ചു എന്ന് വിചാരിച്ച്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഭാവി കൂമ്പടഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഇനി എനിക്കൊരു നല്ല ഭാവിയില്ല, ഇനി എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളെല്ലാം തീർന്നു, ഞാൻ ഇനി പരീക്ഷയിൽ ജയിക്കുകയില്ല, എനിക്കൊരു നല്ല ജോലി ലഭിക്കുകയില്ല, എൻ്റെ ഭാവി നന്നാവുകയില്ല, എൻ്റെ കുടുംബം രക്ഷപ്പെടുകയില്ല, എൻ്റെ മക്കൾ ഒരിക്കലും ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് വരികയില്ല, എൻ്റെ ഭർത്താവിന് മദ്യപാനം നിർത്തുകയില്ല, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം വരികയില്ല, എൻ്റെ ഭാവി ഒരിക്കലും നന്നാവുകയില്ല, പച്ചപിടിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇനി എൻ്റെ വിവാഹം നടക്കുകയില്ല, ഇനി എനിക്കൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല, എൻ്റെ കാര്യം തീർന്നു എന്ന് നിരാശപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രത്യാശയുടെ ഒരു നറുനാമ്പ് കിളിർത്തു തരുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതായ സുവിശേഷം ഇപ്പോൾ ഞാൻ നിങ്ങളോട് സാക്ഷിക്കുകയാണ്. യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നിങ്ങൾക്ക് പ്രത്യാശ തരുന്നവനാണ്. അവൻ നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്നവനാണ്. അവൻ നിങ്ങൾക്ക് അടഞ്ഞ അധ്യായങ്ങൾ തുറന്നു തരുന്നവനാണ്. അവൻ നിങ്ങൾക്ക് നല്ല ഭാവി തരുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പക്ഷേ പ്രതീക്ഷയില്ലായിരിക്കാം, നിങ്ങൾക്ക് പ്രത്യാശയില്ലായിരിക്കാം. എന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളോട് കൽപ്പിക്കുകയാണ്, മകനെ, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, നിനക്കിനിയും നല്ല കാലങ്ങളുണ്ട്, നിനക്കിനിയും അനുഗ്രഹിക്കപ്പെട്ടതായ നാളുകൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. നീ നിരാശപ്പെടേണ്ട, നീ തളർന്നു പോകേണ്ട, നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട. നിനക്കൊരു നല്ല ഐശ്വര്യപൂർണമായ ഒരു ഭാവി നിന്റെ മുമ്പിൽ ദൈവം നിനക്ക് വാഗ്ദാനം തരികയാണ്.
നീ ജീവനുള്ള ക്രിസ്തുവിനെ നിന്റെ നാഥനും നിന്റെ രക്ഷകനും നിന്റെ കർത്താവുമായി നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിച്ച് നിന്റെ ജീവിതം നീ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നീ സമർപ്പിക്കുന്നുവെങ്കിൽ, പാപ വഴികളോട് യാത്ര പറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നീ ഇപ്പോൾ നിന്നെ തന്നെ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നീ സമർപ്പിക്കുമെങ്കിൽ, മകനെ, നിനക്കൊരു നല്ല ഭാവിയുണ്ട്. നിനക്കൊരു ഐശ്വര്യപൂർണ്ണമായൊരു ഭാവി സ്വർഗത്തിൽ ദൈവം നിനക്ക് തരും. നിന്റെ ആവശ്യങ്ങൾ എന്താണ്? നിന്റെ ആഗ്രഹങ്ങൾ എന്താണ്? നിന്റെ സ്വപ്നങ്ങൾ എന്താണ്? നീ യേശുവിനോട് പറയുക. നീ പ്രതീക്ഷയില്ലാത്തവനായി ഇനിയും ജീവിക്കേണ്ട. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. യേശു നിനക്ക് വേണ്ടി കരുതുന്നവനാണ്. യേശു നിനക്ക് വേണ്ടി കാൽവറിയിൽ എല്ലാം നിർവഹിച്ചവനാണ്. നീ ആ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് വരൂ. നീ ആ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കൂ. നീ യേശുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കൂ. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയതായ അനുഭവം. നാം ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആശ നഷ്ടപ്പെട്ടതായ അനേകരെ നമുക്ക് കാണാൻ കഴിയും. പ്രതീക്ഷയില്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ, എല്ലാം തീർന്നെന്ന് വിചാരിക്കുന്നവർ, അങ്ങനെയുള്ള അനേക ആളുകൾ ഈ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർക്കെല്ലാം പ്രതീക്ഷയും പ്രത്യാശയും ശോഭനമായ ഭാവിയും കൊടുത്ത ഒരു ജീവനുള്ള ക്രിസ്തു ഉണ്ട്. ക്രിസ്തു എന്നും ജീവിക്കുന്നവനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. യേശുക്രിസ്തു ഇന്നലെ എന്ത് അത്ഭുതം പ്രവർത്തിച്ചോ, യേശുക്രിസ്തു ഇന്നലെ അവൻ ഏതെല്ലാം അത്ഭുതങ്ങൾ കൂടി ദൈവം തൻ്റെ മക്കളെ നടത്തിയോ, അവൻ അതിന്നും ചെയ്യുവാൻ അവൻ ശക്തനാണ്. അവന് ശക്തിക്ക് കുറവന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുക. പാപത്തോട് നിങ്ങൾ യാത്ര പറയുക. ഇരുട്ടിൻ്റെ അധികാരികളോട് നിങ്ങൾ യാത്ര പറയുക. ഇരുട്ടിൻ്റെ അവകാശിയായ പിശാചിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി ഉപേക്ഷിക്കുക. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആദ്യത്തെ ഭാഗത്ത് ഇതുപോലെ പ്രതീക്ഷ നശിച്ചതായ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യെരൂശലേമിൽ ആട്ടുവാതുക്കൽ ബെഥസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു ഈ തളർവാദ രോഗിയോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നത് യെരൂശലേമിൽ ആട്ടുവാതുക്കൽ ബെഥസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായെന്നാണ് നാം വായിക്കുന്നത്. ആട്ടുവാതുക്കൽ, നാം ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ യെരൂശലേമിന് ചുറ്റുമായി ഏതാണ്ട് 10ഓളം വാതിലുകളുണ്ട് എന്ന് നാം വായിക്കുന്നുണ്ട്. ആട്ടിൻ വാതിൽ, മീൻ വാതിൽ, താഴ്വര വാതിൽ, ചെറിയ വാതിൽ, കുപ്പവാതിൽ, ഇങ്ങനെ പേര് പറയുന്നതായ ഏതാണ്ട് 10ഓളം വാതിലുകൾ യെരൂശലേമിന് ചുറ്റുമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നാം കാണുന്നത് ആട്ടിൻ വാതിലാണ്. ഓരോ വാതിലിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ആത്മീയമായ അനേക അനുഗ്രഹങ്ങൾ തരുന്നവയാണ്. ഇവിടെ ആട്ടിൻ വാതിൽ നമുക്ക് തരുന്ന ആത്മീയ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആട്ടിൻ വാതിൽ യെരൂശലേമിലേക്ക് യാഗത്തിനുള്ളതായ മൃഗങ്ങളെ കൊണ്ടുപോകുന്നതായ വാതിലാണ് ആട്ടിൻ വാതിൽ. നമുക്കറിയാം, യെരൂശലേം ദേവാലയത്തിൽ അനേക തരത്തിലുള്ളതായ യാഗങ്ങൾ നടന്നിരുന്നു. ആ യാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായ യാഗമൃഗത്തെ കൊണ്ടുപോകുന്ന വാതിലാണ് ആട്ടിൻ വാതിൽ എന്ന് പറയുന്നത്. ഇതിൽ കൂടി ദൈവം നമുക്ക് തരുന്നതായ സന്ദേശം, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ഊനമില്ലാത്ത ദൈവ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗം മൂലം മനുഷ്യജാതിക്ക് ലഭിക്കുന്നതായ സൗജന്യമായ നീതീകരണവും സൗജന്യമായ രക്ഷയും സൗജന്യമായ പാപമോചനവും സൗജന്യമായ നിത്യജീവനുമാണ് ഈ ആട്ടിൻ വാതിൽ നമുക്ക് തരുന്നതായ ആത്മീയ സന്ദേശം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, യേശുക്രിസ്തു അവൻ ഊനമില്ലാത്ത കുഞ്ഞാടാണ്. നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് ലോകത്തോട് വെല്ലുവിളിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. പാപമില്ലാത്ത ഒരേ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ. അത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ ഒരു യാഗമൃഗത്തെ പോലെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ,
ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ഊനമില്ലാത്ത ദൈവകുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണം മൂലം മനുഷ്യജാതിക്ക് ലഭിച്ചതായ സൗജന്യമായ നീതീകരണം, സൗജന്യമായ രക്ഷ, സൗജന്യമായ നിത്യജീവൻ, സൗജന്യമായ പാപമോചനം. ഇതാണ് ആട്ടിൻ വാതിൽ നമുക്ക് തരുന്നതായ ആത്മീയ സന്ദേശം എന്ന് പറയുന്നത്. ഈ ആട്ടിൻ വാതിക്കൽ ഒരു കുളമുണ്ട് എന്നാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ പേര് ബെഥസ്ത എന്നാണ് ആ കുളത്തിൻ്റെ പേര്. പ്രിയപ്പെട്ടവരെ, ബെഥസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഹൗസ് ഓഫ് മേഴ്സി എന്നാണ്. ദയയുടെ വീട്, കരുണയുടെ വീട് എന്നാണ്. അപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്താണ് ഇവിടെ കിടക്കുന്നത്. ഈ ബെഥസ്ത കുളക്കരയിൽ ഈ 38 വർഷമായിട്ട് ഈ ഒരു തളർവാദ രോഗി കിടക്കുകയാണ്. 2-ാം വാക്യം മുതൽ ഇങ്ങനെയാണ്: യെരൂശലേമിൽ ആട്ടുവാതിക്കൽ ബെഥസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അതിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ വാതിക്കൽ, ഈ കരുണയുടെ വീട്ടിൽ, ഈ ബെഥസ്ത കുളത്തിൽ അനേകരിങ്ങനെ വന്ന് കിടക്കുകയാണ്. എന്താണ് ഈ കുളത്തിൻ്റെ പ്രത്യേകത? പ്രിയപ്പെട്ടവരെ, വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവരായിരുന്നാലും അവന് സൗഖ്യം വരും. പ്രിയപ്പെട്ടവർ, ഇതാണ് ബെഥസ്ത കുളത്തിൻ്റെ പ്രത്യേകത. ഈ കുളത്തിൽ ഒരു ദൂതൻ വന്ന് ഈ കുളം കലക്കും. ഈ കുളം കലങ്ങുമ്പോൾ ഈ കുളത്തിലേക്ക് ആദ്യം ആരാണോ എടുത്തു ചാടുന്നത് അവന് ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും ഏത് രോഗമാണെങ്കിലും അവന് സൗഖ്യം വരും. അതാണ് ഈ കുളത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കലക്കുന്നതായ ഒരു കുളം. പ്രിയപ്പെട്ടവരെ, നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് അനേക രീതിയിൽ തെറ്റല്ലാത്ത അനേക കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഞാൻ ധ്യാനിക്കുന്നത് എങ്ങനെയാണ്? ഈ കുളം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൻ്റെ ചൂടാണ് ഈ ബെഥസ്ത കുളമെന്ന് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ധ്യാനിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഈ ബെഥസ്ത കുളത്തിൻ്റെ കരയിലെ പ്രത്യേകത ഏത് വ്യാധി പിടിച്ചവനും അവന് രക്ഷയുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നതായ ഒരു പ്രത്യാശയുടെ വചനം. ആർക്കും രക്ഷയുണ്ട്, ഏത് വ്യാധി പിടിച്ചവനും. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിൽ ഏത് വ്യാധിക്കും സൗഖ്യമുണ്ട്, ഏത് പാപത്തിനും പരിഹാരമുണ്ട്, ഏത് ശാപത്തിനും പരിഹാരമുണ്ട്, ഏത് ബന്ധനത്തിനും പരിഹാരമുണ്ട്. കാരണം അവൻ്റെ ക്രൂശിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുരക്തം ഒഴുകി വരുന്നുണ്ട്. ആ കുരിശിൻ്റെ ചൂട്ടിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ആ കുരിശിൻ്റെ ചൂട്ടിൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് രോഗത്തിനും സൗഖ്യമുണ്ട്, ഏത് പ്രശ്നത്തിനും അവിടെ പരിഹാരമുണ്ട്. നിങ്ങളുടെ എത്ര വലിയ ബന്ധനമാണെങ്കിലും എത്ര വലിയ ശാപമാണെങ്കിലും, അത് പിതാക്കന്മാരായിട്ടോ തലമുറയായിട്ടോ ഉള്ള ശാപമാണെങ്കിലും അതിനെല്ലാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിൽ പരിഹാരമുണ്ട്. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തം ആ ക്രൂശിൽ കൂടി ഒഴുകി വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ രോഗവുമായി, നിങ്ങളുടെ പാപവുമായി, നിങ്ങളുടെ വ്യാധികളുമായി, നിങ്ങളുടെ ശാപവുമായി, നിങ്ങളുടെ ബന്ധനങ്ങളുമായി ഇപ്പോൾ നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് വിശ്വാസത്താൽ നിങ്ങൾക്കൊന്ന് വരാമോ? നിങ്ങൾക്ക് അനുഭവം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവാണ് വ്യാധികൾ മാറ്റുന്നവൻ. യേശുക്രിസ്തുവാണ് പാപത്തിൻ്റെ ബന്ധനം അഴിക്കുന്നവൻ. യേശുക്രിസ്തുവാണ് നമുക്ക് സൗഖ്യം തരുന്നവൻ. യേശുക്രിസ്തുവാണ് നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കുന്നവൻ. യേശുക്രിസ്തുവാണ് നമ്മുടെ ശാപങ്ങൾ മാറ്റുന്നവൻ. അവൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാലാണ് നമ്മുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത്. നിങ്ങൾക്കങ്ങനെ ഒരു വിശ്വാസം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഉള്ളിലൊരു ബോധ്യം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശിൽ നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നുണ്ടോ? ഏത് വ്യാധിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഏത് രോഗമാണെങ്കിലും, ഏത് ശാപമാണെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും, സഹോദര, നീ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തെല്ലാം പാപപ്രവൃത്തികളിൽ നീ അഴിഞ്ഞാടി ജീവിച്ചവനാണെങ്കിലും, നിന്റെ ജീവിതം മദ്യം കൊണ്ട് നശിപ്പിച്ചതാണെങ്കിലും, അശുദ്ധിയിലും വേശ്യാവൃത്തിയിലും നിന്റെ ഭാവി കളഞ്ഞു കുളിച്ചവനാണെങ്കിലും, നിന്റെ പാപത്തിനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിൽ പരിഹാരമുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പാപം എത്ര കഠിനമാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിച്ചു തരുവാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് ശക്തിയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏത് വ്യാധി പിടിച്ചവനാണെങ്കിലും
സൗഖ്യം ലഭിക്കുന്നതായ ആ കരുണയുടെ വീടിൻ്റെ അടുത്താണ്, ഈ ബെഥസ്ദാ കുളത്തിനരികിലാണ് ഈ തളർവാദ രോഗിയും വന്നു കിടക്കുന്നത്. 5-ാം വാക്യം ഇപ്രകാരമാണ്: എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഈ പാവപ്പെട്ട മനുഷ്യൻ പ്രതീക്ഷ നശിച്ചവനാണ്. കാരണം അവൻ തളർവാദ രോഗിയായിട്ട് 38 വർഷമായി ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, ഏതാണ്ട് നീണ്ട 38 വർഷം, ആയുസിൻ്റെ എത്രയോ നാളുകളാണ് അവൻ ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. അവൻ കാണുന്നുണ്ട് അനേകർ സൗഖ്യം പ്രാപിച്ചു പോകുന്നത്. ഒരുപക്ഷെ തളർവാദ രോഗികളും കുരുടരും ചെകിടരും ഊമരും കുഷ്ഠരോഗികളും അനേകര് ഈ കുളത്തിൽ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ഈ കുളത്തിലേക്ക് എടുത്തിയാടി സൗഖ്യത്തോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നത് ഈ തളർവാദ രോഗി കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ മനസ്സ് മരവിച്ചവനായി അവനിങ്ങനെ കിടക്കുകയാണ്. കാരണം 38 വർഷമായി അവനിങ്ങനെ കിടക്കുകയാണ്. അവന് സൗഖ്യം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് അവൻ സൗഖ്യം കിട്ടാത്തത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിലും ഇവനിങ്ങനെ കിടക്കുന്നത് യേശു കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. എന്താണ്? എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്. ഇവനീ 38 വർഷമായി തളർവാദ രോഗിയായി സൗഖ്യം കിട്ടാതെ നിരാശയോടെ പ്രതീക്ഷയറ്റ് ഇവനിങ്ങനെ കിടക്കുന്നത് യേശു കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെന്ന ഏതവസ്ഥയിലായിരിക്കുന്നുവോ അത് കാണുന്നവനായൊരു ക്രിസ്തുവുണ്ട്. നിങ്ങളൊരു രോഗാവസ്ഥയിലാണോ? യേശു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പീഡയുടെ അനുഭവത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത്? യേശു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുകയാണോ? യേശു നിങ്ങളെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആരുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? യേശു നിങ്ങളെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ ഭൂമിയിൽ മനുഷ്യരാരും നമ്മെ കണ്ടില്ല എന്ന് വന്നേക്കാം, നമ്മുടെ വേദനകൾ കണ്ടില്ല എന്ന് വന്നേക്കാം, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷേ എല്ലാം കാണുന്നവനായ ഒരു ജീവനുള്ള ക്രിസ്തു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് സന്തോഷത്തിന് വക തരുന്നതായ ഒരു കാര്യം. ഇവിടെ ഈ 38 വർഷമായി തളർവാദം പിടിച്ച് കിടക്കുന്നതായ ഈ രോഗിയെ യേശു കാണുകയാണ്. എന്നിട്ടോ അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞു. അങ്ങനെയാണ് നാം വായിക്കുന്നത്. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്വാസം തരുന്ന ഒരു വസ്തുതയാണത്. നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മെ അറിയുന്നവനായൊരു ദൈവമുണ്ട്, നാം ആയിരിക്കുന്നത് പോലെ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കുന്നവനായൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മെ മനസ്സിലാക്കുന്നവനായൊരു ദൈവം. ഒരുപക്ഷെ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മെ മനസ്സിലായി എന്ന് വരികയില്ല, നമ്മുടെ മക്കൾക്ക് നമ്മുടെ വേദന വിഷയങ്ങൾ മനസ്സിലായി എന്ന് വരികയില്ല, നമ്മുടെ കൂട്ടായ്മയിലുള്ള മറ്റ് ദൈവമക്കൾക്ക് നമ്മുടെ വേദനകൾ നാം അനുഭവിക്കുന്നത് പോലെ മനസ്സിലായി എന്ന് വരികയില്ല, നമ്മെ എല്ലാവരും ശരിയായി ധരിച്ചു എന്ന് വരികയില്ല, പലരും നമ്മെ തെറ്റിദ്ധരിച്ചെന്ന് വന്നേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ ശരിയായി മനസ്സിലാക്കുന്ന, നമ്മെ ശരിയായി ധരിക്കുന്ന, ഉള്ളതുള്ളതുപോലെ അറിയുന്ന ഒരു നല്ല ക്രിസ്തു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ക്രിസ്തുവിലേക്ക് നോക്കുക, നിങ്ങൾ ആ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുക, നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ ആ ആണിപ്പാടുള്ള ആ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക, നിങ്ങൾ ആ യേശുവിൻ്റെ ശോഭയുള്ള മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. അവൻ നിങ്ങളെ രക്ഷിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ 38 ആണ്ട് തളർവാദം പിടിച്ച് കിടന്ന ഈ പാവപ്പെട്ട ആ പ്രതീക്ഷ അറ്റുന്ന കിടന്നതായ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് യേശു വരികയാണ്. യേശു അവനെ കാണുകയാണ്. യേശു അവനെ അറിഞ്ഞു. പാവം 38 വർഷമായിട്ട് ഈ കുളക്കരയിൽ പ്രതീക്ഷ നശിച്ച്, കാരണം അവനറിയാം 1-2 ദിവസമല്ലല്ലോ, ഇനി എനിക്ക് ഒരിക്കലും രക്ഷയില്ല എന്നുള്ള പ്രതീക്ഷയോടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു അവൻ്റെ അടുക്കിലേക്ക് വരുന്നതും അവനെ കാണുന്നതും അവനെ അറിയുന്നതും. മാത്രമല്ല, യേശു അവനോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു നിങ്ങളോട് സംസാരിക്കുകയാണ്. യേശുവിൻ്റെ വചനത്തിൽ കൂടി യേശു നിങ്ങളോട് സംസാരിക്കുകയാണ്. യേശു നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ഷേമം അന്വേഷിക്കുകയാണ്. ഇവിടെ എന്താണ് യേശു തളർവാദ രോഗിയോട് ചോദിച്ചത്? 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. കർത്താവിനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ തളർവാദ രോഗിയോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ബുദ്ധിപരമായി ചിന്തിച്ചാൽ കർത്താവ് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അവന് മനസ്സില്ലെങ്കിൽ പിന്നെ ഈ കുളക്കരയിൽ വന്ന് കിടക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും കർത്താവിനോട് ആ ചോദ്യം തന്നെ ചോദിച്ചത്? പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ ചിന്തിക്കാം, ഒരുപക്ഷെ അവൻ പ്രതീക്ഷയെല്ലാം നശിച്ച് ഇനി എനിക്ക് ഒരു സൗഖ്യം ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് ആ കുളത്തിൻ്റെ കരയിൽ വളരെ കംഫർട്ടായിട്ട് ജീവിക്കുകയാണ്. പോകുന്നവർ അവന് കൊടുക്കുന്നതായ അപ്പക്കഷ്ണങ്ങളുണ്ടാവാം, ഇത്രയും നാൾ അവർ പുതച്ചുകൊണ്ടിരുന്നതായ പുതപ്പുകളുണ്ടാവാം, തലയിണയും കിടക്കയും എല്ലാം ഉണ്ടാകാം.
ഇതെല്ലാം പാവം ഈ മനുഷ്യന് കൊടുത്തിട്ടാണ് സൗഖ്യം പ്രാപിച്ച് പോകുന്നവരെല്ലാം എഴുന്നേറ്റ് പോകുന്നത്. അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കങ്ങനെ ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ അവൻ സംതൃപ്തനാണ്, ഒരു കംഫർട്ട് സോണിൽ അവൻ ജീവിക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തളർവാദ രോഗിയാണെന്നല്ലേ ഉള്ളൂ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിനോട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോടും ചോദിക്കുന്നത്, മകനെ, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരു വിശുദ്ധ ജീവിതത്തിന് നിനക്ക് മനസ്സുണ്ടോ? നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? പാപത്തോട് യാത്ര പറയുവാൻ പ്രിയപ്പെട്ട യൗവനക്കാരാ, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് അടങ്ങാത്തതായ ഒരു ദാഹമുണ്ടോ? എനിക്ക് യേശുക്രിസ്തുവിന്റെ ഒരു വിശുദ്ധനായി ഭൂമിയിൽ ജീവിക്കണമെന്ന് നിന്റെ ഹൃദയം ദാഹിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിലൊരു വാഞ്ചയുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നിനക്ക് സൗഖ്യം തരുന്നവനായ ഒരു ക്രിസ്തു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകര് സംതൃപ്തരായി ജീവിക്കുകയാണ്, ജീവിതത്തിലൊരു മാറ്റം വരാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതിയെന്നാണ് അനേകർ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ തളർവാദ രോഗിയും അങ്ങനെ ചിന്തിച്ചിരിക്കാം. ആ ബെതസ്ത കുളത്തിന്റെ കരയിൽ കിടക്കുന്ന ആ കിടപ്പിനുണ്ടൊരു സുഖം. പ്രിയപ്പെട്ടവരെ, കാര്യം സൗഖ്യമില്ല, തളർവാദ രോഗിയാണ്, ഒക്കെ ആണെങ്കിലും മറ്റുള്ളവരുടേതായ ആ ഔദാര്യം പറ്റിക്കൊണ്ട് കിടക്കുന്നതായ ഒരു കിടപ്പ്. പ്രിയപ്പെട്ട ദൈവവേദലേ, നീ അങ്ങനെ ജീവിക്കാനല്ല യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കാനല്ല യേശുക്രിസ്തു നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ ഇന്ന് കിടക്കുന്നതായ കിടക്ക എടുത്തുകൊണ്ട്, നീ കിടക്കയെ ചുമന്നുകൊണ്ട് നടക്കുന്നതായ ഒരു ശോഭനമായ ഭാവിയിലേക്ക് വരുവാനാണ് യേശുക്രിസ്തു നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് യേശുവിന് വകയായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തുവിന് ഒരു സാക്ഷിയായിട്ട് ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്. യേശുക്രിസ്തു അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാണ് ചോദിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൻ പറയുന്ന മറുപടി എന്താണ്? രോഗി അവനോട്, ഈ തളർവാദ രോഗി കർത്താവിനോട് പറയുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. രോഗി അവൻ്റെ നിസ്സഹായ അവസ്ഥ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. കുളം കലങ്ങുമ്പോൾ ആദ്യമിറങ്ങുന്ന രോഗിക്കാണല്ലോ സൗഖ്യം കിട്ടുന്നത്. പക്ഷേ ദൂതനിറങ്ങി കുളം കലക്കുമ്പോൾ ഞാൻ നിരങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് മുമ്പായി മറ്റൊരാൾ കുളത്തിൽ വീണു. അവർക്ക് സൗഖ്യം കിട്ടി, അവർ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. എന്നെ ഒന്ന് സഹായിക്കാൻ, എനിക്കൊരു ഒത്താശ തരുവാൻ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നും അനേകരിങ്ങനെ പരിഭവം കൊണ്ടും പരാതി കൊണ്ടും ജീവിക്കുകയാണ്. എന്നോട് ആർക്കും സ്നേഹമില്ല, എന്നെ ആരും കാണുന്നില്ല, എൻ്റെ വേദന ആരും അറിയുന്നില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കൊരു ഒത്താശ തരാൻ ആരുമില്ല, എൻ്റെ ഒരു കാര്യം അന്വേഷിക്കാൻ ആരുമില്ല. ഈ തളർവാദ രോഗി പറഞ്ഞതുപോലെ എനിക്കാരുമില്ല എന്നാണ് ഇന്ന് അനേകർ ചിന്തിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്കാരുമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയപ്പെട്ടവരെ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ താങ്ങുന്നവനാണ്, ഞാൻ നിന്നെ സഹായിക്കുന്നവനാണ്, ഞാൻ നിന്നെ പോറ്റുന്നവനാണ്, ഞാൻ നിന്നെ പുലർത്തുന്നവനാണ്, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചവനാണ്. മകനെ, ഞാൻ നിനക്കുണ്ട്. നിനക്കാരുമില്ലെങ്കിലും, ഒരുപക്ഷെ നീ ഭർത്താവില്ലാത്ത ഒരു വിധവയായ സ്ത്രീ ആയിരിക്കാം, ഭാര്യയില്ലാത്ത ഒരു സാധുവായ ഭർത്താവായിരിക്കാം, അപ്പനില്ലാത്തൊരു മകനായിരിക്കാം. എന്നാൽ സഹോദര, യേശുക്രിസ്തു സർവ്വലോകത്തിൻ്റെയും അധിപതിയായ സൃഷ്ടാവായ ജീവനുള്ള ക്രിസ്തു നിന്നോട് പറയുകയാണ്, മകനെ, നിനക്കാരുമില്ലെങ്കിലും ഞാൻ നിനക്കുണ്ട്. എന്നെ നിനക്കൊന്ന് സ്വീകരിക്കാമോ? എന്നെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് കൈക്കൊള്ളാമോ? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കാരുമില്ല എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രതീക്ഷ നശിച്ചവരാരെങ്കിലും ഉണ്ടോ? പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? സഹോദര, നിനക്കൊരു യേശുവുണ്ട്, നിനക്കൊരു രക്ഷകനുണ്ട്, നിന്നെ വിടിവിക്കുന്നവനായ ക്രിസ്തു ജീവിക്കുന്നുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, നിനക്കൊരു യജമാനനുണ്ട്, നിനക്കൊരു സൃഷ്ടാവുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്. നിന്നെ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ആരും സ്നേഹിക്കാനില്ല എന്നായിരിക്കാം നിന്റെ ചിന്ത, നിന്നെ കരുതാൻ ആരുമില്ല എന്നായിരിക്കാം നിന്റെ ഉള്ളിലെ അന്തർഗതം. എന്നാൽ മകനെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്,
നിന്നെ മെനഞ്ഞവനായൊരു ദൈവമുണ്ട്. നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവനായൊരു ദൈവമുണ്ട്. നിനക്ക് ഇത്രത്തോളം ആയുസ് തന്നവനായൊരു ക്രിസ്തുവുണ്ട്. നിന്നെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും രക്ഷിച്ച് ഈ പ്രായം വരെ നിന്നെ പോറ്റി പുലർത്തിയവനായ ഒരു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അവൻ നിന്റെ യജമാനനാണ്, അവൻ നിന്റെ ഉടയവനാണ്, അവൻ നിന്റെ നാഥനാണ്, അവൻ നിന്റെ രക്ഷകനാണ്, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നിന്റെ അരിമ മണവാളനാണ്, അവൻ നിന്നെ ചേർക്കാൻ വീണ്ടും വരുന്നവനാണ്. അവൻ നിന്റെ ഹൃദയത്തിൽ നീ കൈക്കൊണ്ടുവോ? അവൻ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിച്ചുവോ? അവന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിച്ചുവോ? പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് എന്താണ് പറയുന്നത്? എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ വന്ന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശു അവനോട് നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ നശിച്ചവനായിരുന്നു, പ്രത്യാശയില്ലാത്തവനായിരുന്നു, എല്ലാം തീർന്നെന്ന് വിചാരിച്ച് ഈ കുളക്കരയിൽ കിടന്നവനായിരുന്നു. എന്നാൽ യേശു അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. യേശു അവനെ അറിയുകയാണ്, യേശു അവനെ കാണുകയാണ്, യേശു അവനെ സൗഖ്യമാക്കുകയാണ്, യേശു അവന് പ്രതീക്ഷ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവം, ഇതിലെ നിനക്ക് പ്രതീക്ഷ തരുവാൻ, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിനക്കൊരു നല്ല ഭാവി തരുവാൻ, നിന്റെ പാപം ക്ഷമിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ യേശു ഇന്ന് നിന്റെ അരികിലേക്ക് വരികയാണ്. നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ അരികിൽ യേശു നിൽക്കുകയാണ്. യേശുവാണ് നിന്നോട് സംസാരിക്കുന്നത്. ഒരു വാക്ക് നീ യേശുവിനോട് പറയുമോ? നിന്റെ ജീവിതം നീ യേശുവിനോട് കൊടുക്കുമോ? നിന്റെ ഹൃദയം നീ യേശുവിനോട് തുറക്കുമോ? യേശു നിന്റെ രക്ഷകനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായി, നിന്റെ ഉടയവനായി, നിന്റെ നാഥനായി, നിന്റെ രക്ഷകനായി നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിക്കുമോ? മകനെ, നിനക്ക് ഭാവിയുണ്ട്. യേശുവിനെ സ്വീകരിച്ചാൽ നിനക്ക് ഭാവിയുണ്ട്. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. നിനക്ക് പുതിയ പ്രതീക്ഷകൾ തരുന്ന, പുതിയ ഭാവി തരുന്ന, പുത്തൻ ഉണർവ് തരുന്ന യേശു ജീവിക്കുന്നു. യേശു നിന്റെ അരികത്ത് വന്നു നിൽക്കുന്നു. യേശുവിന് വേണ്ടി ഹൃദയം തുറക്കുക, യേശുവിന് വേണ്ടി ഭാവി വേർതിരിക്കുക, പാപത്തോട് നീ യാത്ര പറയുക, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രതീക്ഷ തരുന്ന വാക്കുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് കരകയറ്റുവാൻ ഞങ്ങളുടെ അരികത്ത് അവിടെ നിൽക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഈ വാക്കുകൾ കേൾക്കുന്ന നിന്റെ പ്രിയ മക്കളോട് അവിടുന്ന് സംസാരിച്ചുവല്ലോ കർത്താവേ. അവരെ നീ അനുഗ്രഹിക്കണമേ, അവരെ നീ രക്ഷിക്കണമേ, അവരെ നീ വിടുവിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ നിന്റെ കരം നീട്ടണമേ, അവർക്ക് സൗഖ്യം നൽകണമേ, അവർ നിത്യജീവന്റെ അവകാശികളാക്കണമേ. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ തിരുരക്തത്താൽ അവരെ കഴുകണമേ, നിന്റെ തിരുരക്തത്താൽ അവരെ വീണ്ടെടുക്കണമേ, അവർ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കണമേ. മഹത്വം അവിടുന്ന് മാത്രം എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.